140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എം.എൽ.എ. ടി കെ ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിൽ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച. വയനാട് മേപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സ്ലാബ് തകർന്നു വീണ് ഒരാൾ മരിച്ചു. CPM നേതൃത്വത്തിനെതിരെ പ്രതിഷേധം. പിണറായി വിജയനും എം ഗോവിന്ദനുമെതിരെ പോസ്റ്റർ. പിണറായി വിജയനെതിരെ കടുത്ത വിമർശനവുമായി കെ രമ. പ്രതിഭയ്ക്കെതിരെ ആഞ്ഞടിച്ച ആർ നാസർ. തളിപ്പറമ്പിലെ നിയുക്ത എം.എൽ.എ. ടി കെ ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി. ഭാര്യ KP രമണിക്കൊപ്പമാണ് ടി കെ ഗോവിന്ദൻ എത്തിയത്. കോടിയേരിയുടെ കുടുംബാംഗങ്ങളുമായി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. കൂടാതെ കോടിയേരിയുടെ വീട്ടിലെ ഓർമ്മ ചിത്രങ്ങളും മ്യൂസിയവും സന്ദർശിച്ചു. ടി കെ ഗോവിന്ദന്റെ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നു. അതേസമയം പാർട്ടി വിട്ട് പാർട്ടിക്കെതിരെ മത്സരിച്ച ഒരു നേതാവ് CPM നേതാവിന്റെ വീട്ടിലെത്തുന്നത് ആദ്യമാണ്. പാർട്ടിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിന്റെ ഇടയിലാണ് ഗോവിന്ദന്റെ സന്ദർശനം. വയനാട് മേപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സ്ലാബ് തകർന്നു വീണു ഒരാൾ മരിച്ചു. കടൂർ സ്വദേശി കരിപ്പായി അസീസാണ് മരണപ്പെട്ടത്. പരിക്കേറ്റ ദേവരാജ് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM പാർട്ടി നേതൃത്വത്തിനെതിരായ പോസ്റ്റർ പ്രതിഷേധം കണ്ണൂരിൽ വീണ്ടും തുടരുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയാണ് ഇന്നലെയും ഇന്നുമായി പോസ്റ്ററുകൾ പതിച്ചത്. P ജയരാജൻ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരണമെന്നും ആവശ്യം ഉയരുകയാണ്. 3 കാര്യങ്ങളിലാണ് കണ്ണൂരിലെ പാർട്ടി അണികളിൽ കടുത്ത അമർഷം. 1. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർന്നിട്ടും V കുഞ്ഞികൃഷ്ണൻ വ്യക്തതയോടെ തെളിയിച്ചിട്ടും TA മധുസൂദനെതിരെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. 2. MV ഗോവിന്ദന് പിന്നാലെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കി. TK ഗോവിന്ദൻ ഉൾപ്പെടെ പാർട്ടി വിട്ടുപോയിട്ടും വിഷയത്തെ നേതൃത്വം ഗൗരവത്തിൽ കണ്ടില്ല. 3. മട്ടന്നൂരിൽ നിന്ന് KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റി മത്സരിപ്പിച്ചു. ശൈലജയെ ഒതുക്കുകയാണെന്ന വികാരം അണികളിൽ ശക്തമായി. പിണറായി വിജയനെതിരെ കടുത്ത വിമർശനവുമായി KK രമ രംഗത്ത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇരട്ടൻ ചെങ്കൻ എന്ന വിശേഷണം പോലും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ തളർന്നുവെന്നതാണ് കേരളം കണ്ടതെന്ന് രമ പറഞ്ഞു. രക്തസാക്ഷി ഗ്രാമങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തു. അരിവാൾ ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്തവർ കൈപ്പത്തിക്കും കോണിക്കും വോട്ട് ചെയ്തു. പാർട്ടിയോടുള്ള വിരുദ്ധ വികാരമാണിത്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ ശബ്ദം അടിച്ചമർത്താൻ LDF ശ്രമിച്ചു. UDF അങ്ങനെ ചെയ്യില്ല. പ്രതിപക്ഷ വിമർശനങ്ങൾ UDF കേൾക്കും. കായംകുളത്തെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിലും സമുദായ നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിച്ച് പ്രതിഭയ്ക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ. പ്രതിഭയുടേത് വെറും അസംബന്ധമാണെന്നും സഹാക്കൾ പണിയെടുക്കുന്നില്ല എന്ന ആരോപണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈഴവ വോട്ടുകൾ സാധാരണ നിലയിൽ പ്രതിഭയ്ക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത്തവണ അത് കിട്ടിയില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പ്രതിഭ തന്നെ പരിശോധിക്കേണ്ടതാണ്. പ്രതിഭയും അതേ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളും ഉറച്ച വോട്ടുകളും ഇത്തവണ നഷ്ടപ്പെട്ടു. മാറ്റം വരാത്ത വോട്ടുകൾ പോലും മാറിപ്പോയത് ഗൗരവമായി പരിശോധിക്കുമെന്നും നാസർ വ്യക്തമാക്കി.